ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാരുമോള് ഗുണ്ടകൾക്കിടയിലിരുന്ന് ഉറക്കെ കരയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൊരു ഗുണ്ട സമാധാനിപ്പിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ. വാവോ കരയിലെ തക്കുടു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ മറ്റൊരു ഗുണ്ട പറയുന്നുണ്ട്, ഉറക്ക കരയട്ടെടാ, ഉറക്ക കരയട്ടെ, എന്നിട്ട് അത് വീഡിയോ എടുക്കാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് മുകളിലേക്ക് പൊക്കിയിട്ടുള്ള ഇങ്ങനെ, അപ്പൊ ആ കുഞ്ഞ് നല്ല രീതിയിൽ കരയാണ്. അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ എന്തായാലും ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുത്താൽ പിന്നെ ഒരിക്കലും അവള് ഈ കുഞ്ഞിനെ കിട്ടാതെ കല്യാണത്തിന് സമ്മതിക്കില്ല, കല്യാണം മുടങ്ങും എന്നൊക്കെ അവരങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ രജിസ്റ്റർ ഓഫീസാണ് കാണിക്കുന്നത്. അങ്ങനെ സേനൻ വളരെ ടെൻഷനോട് കൂടി അകത്തേക്ക് വരികയാണ്. എന്തായി അച്ഛ, കിരണേട്ടന്റെ വല്ല വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ടെൻഷനോട് കൂടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ സോണിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ അവൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയൊരു ആഘാതത്തോടു കൂടി അയ്യോ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഒരു വോയിസ് മെസ്സേജും ഉണ്ട്. നിന്റെ കുഞ്ഞ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, നീ കല്യാണം നടത്തി കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ കാണാൻ കഴിയില്ല എന്നുമാണ് ആ വോയിസ് മെസ്സേജിലുള്ളത്. അതും കൂടി കേൾക്കുമ്പോൾ സോണി ആകെ തകർന്നു പോവുകയാണ്. സോണി അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. അതേ സമയത്ത് കല്യാണിയോടായിട്ട് പറയുന്നുണ്ട്, എന്താ എൻ്റെ കുഞ്ഞിനെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയുകയാണ്, നമ്മളുടെ കണ്ണ് തെറ്റിയപ്പോൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി കിരണേട്ടൻ കുഞ്ഞിനെ അന്വേഷിച്ച് പോയിരിക്കുകയാണ് എന്നും കൂടി പറയുന്നു. അതിനുശേഷം അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് സോണി. അതുപോലെ തന്നെ കല്യാണമൊക്കെ നമുക്ക് പിന്നെ നടത്താം, എന്തായാലും കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആൽബിയുടെ അപ്പച്ചൻ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വീണ്ടും കാണിക്കുന്നത് കുഞ്ഞിനെ തന്നെയാണ്. അങ്ങനെ കുഞ്ഞ് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗുണ്ട പറയുന്നുണ്ട്, മോള് കരയാതിരിക്കുകയും മോളെ ഉപദ്രവിക്കാനൊന്നല്ല കൊണ്ടുവന്നത്, മോളുടെ അമ്മയുടെ കല്യാണം മുടക്കണം, അത്രയേ ഉള്ളൂ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കണം. അതേ സമയത്ത് തന്നെ പുറത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ഒരു ഒച്ച കേൾക്കുകയാണ്. അപ്പൊ അത് കിരണാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഗുണ്ട കുഞ്ഞിന്റെ അരികിൽ ഇരുന്നിട്ട് മറ്റൊരാടായിട്ട് പറയുന്നുണ്ട്, പുറത്ത് ആരോ വന്നിട്ടുണ്ടടാ, ഒന്ന് ചെന്ന് നോക്കടാ എന്ന് പറഞ്ഞു. അപ്പൊ അവര് രണ്ടുപേരും പുറത്തേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അവിടെ എത്തുമ്പോൾ കിരൺ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ ആ രണ്ട് ഗുണ്ടകൾ കിരണിനോടായിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇവിടേക്ക് വന്നത്, എന്റെ കുഞ്ഞ് എവിടെയാടാ എന്ന് ചോദിക്കുകയാണ്. നിന്റെ കുഞ്ഞല്ല, നിങ്ങളുടെ പെങ്ങളുടെ കുഞ്ഞാണെന്ന് പറയുന്നുണ്ട്. നീ ഇവിടേക്ക് വരണ്ട, കാരണം നീ വന്നു കഴിഞ്ഞാൽ നീ ജീവനോട് കൂടി പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ കിരണാണെങ്കിൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കിരണിന്റെ നെഞ്ചത്തിലേക്ക് ഒരു ചവിട്ടുകയാണ്. കിരൺ അങ്ങനെ തന്നെ നേരെ വീഴാൻ പോകുന്നുണ്ട്. അതിനുശേഷം അവരെ രണ്ടുപേരെയും തട്ടിമാറ്റി അവരിടിച്ച് അകത്തേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗുണ്ട ഇതൊന്നും അറിയാതെ കുഞ്ഞിനെ ഇങ്ങനെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സോണിയെ തന്നെയാണ്. സോണി ആകെ കരച്ചിലാണ്. രജിസ്റ്റർ ഓഫീസിന്റെ പുറത്തേക്ക് വരുന്നുണ്ട്. രൂപയുണ്ട്, അതുപോലെ തന്നെ കല്യാണിയും ഉണ്ട് കൂടെ. കല്യാണിയോടായിട്ട് സോണി പറയാണ്, എങ്കിലും കല്യാണി, നിന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയിരിക്കും, നീ എൻ്റെ മിന്നുകെട്ട് നടത്താനല്ലേ നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ രൂപ പറയാണ്, സാരില്ല മോളെ, മോളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ, കല്യാണം മുടങ്ങാതിരിക്കാനല്ലേ, കിരൺ എന്തായാലും പോയിട്ടുണ്ടല്ലോ, അവളെ കുറ്റപ്പെടുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് തന്നെ അവിടേക്ക് ആൽബി വരുന്നുണ്ട്. അപ്പൊ ആൽബി സോണിയുടെ അരികിൽ വന്നിട്ട്, സോണി കരയാതിരിക്കുക എന്തായാലും, അപ്പൊ എന്റെ കുഞ്ഞിനെ കിട്ടും ആൽബിയായിട്ടാ എനിക്ക് തിരിച്ച് ജീവനോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഉറപ്പായിട്ടും കിട്ടുമെന്ന് വളരെ ടെൻഷനോട് കൂടി തന്നെ കല്യാണിയുടെയും രൂപയുടെയും മുഖത്തേക്ക് നോക്കിയിട്ടൊക്കെയാണ് ആൽബി അങ്ങനെ പറയുന്നത്. അതിനുശേഷം ആൽബി നമ്മുടെ സോണിയെ കെട്ടിപ്പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നീക്കിക്കൊണ്ട് പോകുന്നിട്ട് അവിടെ വെച്ച് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ അവന്റെ നെഞ്ചിൽ അങ്ങനെ കിടന്ന് പൊട്ടിക്കരയാണ് നമ്മുടെ സോണി. അപ്പൊ അതൊക്കെ തന്നെ കല്യാണിയും രൂപയും നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ആ ഒരു ഗുണ്ടകളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ മറ്റു രണ്ട് ഗുണ്ടകളെ തട്ടി, അതായത് ചവിട്ടി മറ്റൊരു ഗുണ്ടയുടെ അരികിലേക്കായിട്ട് അവരങ്ങനെ വീഴുകയാണ്. അപ്പോൾ അവർ വീഴുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ആ കുഞ്ഞിന്റെ അരികിലിരിക്കുന്ന ഗുണ്ട തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ കിരണാണ്, നീ വന്നു, എന്തായാലും നീ ജീവനോട് ഇന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഒരുപാട് ഫൈറ്റൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ
എല്ലാവരും ചേർന്ന്, അതായത് ബാക്കി 2 ഗുണ്ടകൾ ചേർന്ന് കിരണിനെ അങ്ങനെ കൈയൊക്കെ പുറകിലേക്ക് ആയിട്ട് വലിച്ചു നിർത്തിയിട്ട് ഒരു ഗുണ്ടയുടെ കയ്യിൽ കത്തിയുമുണ്ട്. എന്നിട്ട് അങ്ങനെ കുത്താൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഈ രജിസ്റ്റർ ഓഫീസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ ടെൻഷനോട് കൂടി നിൽക്കുന്നുണ്ട് സേനനൊക്കെ തന്നെ. സേനന് പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നടന്നു പോയല്ലോ. രൂപയും സേനൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മൾ അയാളെ വിശ്വസിച്ച് പോയി. അപ്പൊ സേനൻ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയത്തോളം ആരും അവനെ മനസ്സിലാക്കിയിട്ടില്ല രാഹുൽ, ഇനി എങ്ങനെ അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ സേനൻ അങ്ങനെ വലിയ വായിൽ വീമ്പിളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രൂപയും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് സ്വത്തുക്കളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ അഭിനയിക്കുകയാണെന്നല്ല അയാൾ വിചാരിച്ചിട്ടുള്ളത്, അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ രൂപയും പറയുന്നുണ്ട്. അതിനുശേഷം അവിടേക്ക് ആൽബിയുടെ അപ്പച്ചൻ വരെയാണ്. അഗസ്റ്റിൻ അച്ചാൻ വരുമ്പോൾ പറയാണ്, ഇങ്ങനെ ഞങ്ങളുമായിട്ടുള്ളൊരു ബന്ധം കൂടാൻ നിന്നത് അതൊരു അബദ്ധമായി പോയില്ലേ എന്ന് തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ രൂപ നീ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ അഗസ്റ്റിൻ അച്ചായന് വഴക്ക് പറയുന്നുണ്ട് രൂപയെ. അതിനുശേഷമാണെങ്കിൽ ആ ഒരു സത്യം കൂടി പറയുന്നുണ്ട് സേനൻ രൂപയോടായിട്ട്. ഇവർ സഞ്ചരിച്ചിരുന്ന ആ ഒരു കാറുണ്ടല്ലോ, അത് കത്തി ഭസ്മമായ രീതിയിലാണ് കിടക്കുന്നത്. അതെന്തായാലും ആൽബിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ആദ്യം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തരനാരിഴക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ രൂപയും പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് നമ്മുടെ കിരൺ വരുന്നത് കാണിക്കുന്നുണ്ട്. കാറിൽ വന്നിറങ്ങാണ് കിരൺ. എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട്. ആൽബിയും അതുപോലെ തന്നെ സോണി അവിടെ ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കിരൺ വളരെ വിഷമത്തോടു കൂടി തന്നെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ കിരണിന്റെ ആ ഒരു വിഷമം കാണുമ്പോൾ എല്ലാവർക്കും അത് വലിയൊരു ഷോക്കായി മാറുകയാണ്. കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ കിരൺ വളരെ സങ്കടത്തോടു കൂടി ഇറങ്ങുകയും പിന്നീട് കാറിന്റെ ഫ്രണ്ടിലൂടെ വന്നിട്ട് അപ്പുറത്തെ ഡോറ് തുറന്ന് അതിൽ നിന്ന് കുഞ്ഞിനെ ചാരുമോളെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അയ്യോ മോള് എന്ന് പറഞ്ഞിട്ട് വേഗം കുഞ്ഞിനെ എടുത്ത് കല്യാണി വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ തുരുതുര ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യാണ്. എന്താ മോനെ സത്യത്തിൽ സംഭവിച്ചു, എന്താണ് അവിടെ നടന്നത് എന്ന് സേനൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കഥ പറയുകയാണ് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ കിരണിന്റെ പുറകിലൂടെ ആ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് മറ്റൊരു ഗുണ്ട കത്തിയുമായിട്ട് അവന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കുത്തി തറയ്ക്കാൻ വേണ്ടി വരുന്ന സമയം തന്നെ കിരൺ കാലുകൊണ്ട് ആ കത്തിയിരിക്കുന്ന ഗുണ്ടയുടെ നാവി നോക്കി ഒരു ചവിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഗുണ്ട തെറിച്ച് വീഴുകയും കത്തി അവന്റെ കയ്യിൽ നിന്ന് പോവുകയും അങ്ങനെ വലിയൊരു സംഘർഷത്തിലൂടെ തന്നെയാണ് കുഞ്ഞിനെ ഞാൻ രക്ഷപ്പെടുത്തിയത് എന്നുള്ളൊരു സത്യം കൂടിയും കിരൺ എല്ലാവരോടായിട്ട് പറയാണ്. അത് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് അവിടെ നിന്നും കിരൺ പോരുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്